ജാമ്യത്തിലിറക്കി ഇപ്പൊ അളിയന്മാരെ കോടതി കേട്ടുള്ള പരിപാടിയാ. എന്തിനുള്ള പുറപ്പാടാ? എന്നാ ഒന്ന് കാണാം. ഇതെന്താ പന്തവും കൊണ്ട് പെരിച്ചാടി നിക്കണ പോലെ? എന്റെ തനി സ്വരൂപം നീ ഇതുവരെ കണ്ടിട്ടില്ല. അതിപ്പോ സങ്കല്പിക്കാവുന്നല്ലേ ഉള്ളൂ. ഒരു വാലും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു കാണാൻ. സൂക്ഷിച്ച് സംസാരിക്കണം. എന്നിലുള്ള മൃഗത്തെ വെളിയിൽ വരുത്തരുതോ. അയ്യോ, ഏത് മൃഗാണോ ഇപ്പൊ വെളിയിൽ ചാടാൻ പോകുന്നേ? എലി എനിക്ക് ഭയങ്കര പേടിയാ. മിസ്റ്റർ, എന്റെ ആത്മസംയമനത്തെ പരീക്ഷിക്കരുതാ പട്ടി. ഒരു ആത്മസംയമനം മിണ്ടി പോകരുത്. കുറെ നേരായിട്ടോ സഹിക്ക. മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിച്ചോണ്ടല്ലോ ഒന്നുകളയും ഞാൻ. ഈ കൊക്കിന്റെ പോലുള്ള കാലത്തും ഞെക്കിയാ മതി. താങ്ക് യു. ഇനി ഞാൻ പോയി വരട്ടെ. രാത്രിയിൽ യാത്രയില്ല. പുറത്താരോടും പറയണ്ട, കുറച്ചിലെനിക്കാ. ഓക്കെ. ഇതും ഒരു അളിയൻ. വലിയ വലിയ കൊടുത്തോ. തല്ലാനൊന്ന് കൈ ഓങ്ങിയപ്പോ തന്നെ മാപ്പ് പറഞ്ഞു കളഞ്ഞു. അയ്യേ വാഷളെ, താനൊന്ന് പോണോ. അവൻ കാല് പിടിച്ച് മാപ്പ് പറയുമ്പോ ആരായാലും മനസ്സലിഞ്ഞു പോകും. അല്ലെങ്കിലും കാക്ക കണ്ടറിയും കൊക്ക് കൊണ്ടറിയുന്ന ചൊല്ല്. മാഷേ, ഒരു സംശയം. ഇവിടെ ആരാ കാക്ക, ആരാ കൊക്ക്? അതിപ്പോ ഞാൻ വിശദീകരിക്കണോ? മാഷേ, എന്തായാലും കൊക്കിന് വെച്ചത് ചക്കിനാ കൊണ്ടത്. ചക്കിന്? അതെ. മൂത്ത അളിയൻ രാവുണ്ണി മാഷക്ക് നിറയെ വിശേഷണങ്ങളുണ്ട്. കേൾക്കണോ? ഇരിക്ക്. തന്തയ്ക്ക് ജനിക്കാത്തവൻ, നിന്നിടം തുറക്കുന്നവൻ, ആത്മാർത്ഥതയിൽ വാളംപുളി കലക്കുന്നവൻ, കുടിക്കുന്ന വെള്ളത്തിൽ അവനോട് തോച്ചിട്ട് കാര്യം വേണ്ട. ഇപ്പൊ പോവണ്ട. കാലത്ത് ഫ്രഷ് ആയിട്ടൊന്ന് കൊടുത്താൽ മതി. ഫ്രീ ആയിട്ട് വാങ്ങിക്കോളും. തന്തയ്ക്ക് ജനിക്കാത്തവൻ നിന്റെ തന്ത, നിന്നിടം തിരക്കുന്നവൻ നിന്റെ മുത്തച്ഛൻ, ആത്മാർത്ഥതയിൽ വാളംപുളി കലക്കുന്നവൻ ചന്ദ്രോത്ത് നിന്റെ വലിയ കാരണവൻ. എടാ, ചുണ എന്തെങ്കിലും മുഖത്ത് നോക്കി പറയണം. അല്ലാതെ ഇരുട്ടത്തിരുന്ന് കൊഞ്ഞന് കാട്ടല്ല വേണ്ടത്. അരിമണിക്ക് വകയില്ല. തരിവളയ്ക്കാ മോഹം. ശാകാൻ പോലും യോഗമില്ലാത്ത ജന്തു. ഇവിടോക്ക് കൊന്നുകളയും ഞാൻ. വരുന്നില്ലേ നിങ്ങളെ? ഇതാ വരുന്നു. എടാ, തന്തയ്ക്ക് പറഞ്ഞതിനാണെങ്കിൽ നീ ഒന്ന് ചത്ത് കാണിക്കും. ഇവിടെ നോക്ക്. അല്ലാതെ ഒരു തരം വേഷം കെട്ടി കളിച്ചാലുണ്ടല്ലോ, ഉറച്ച് ചവിട്ടി ശരിപ്പെടുത്തി കളയും. വരുന്നുണ്ടോ? ഇതാ വരുന്നു മഹാലക്ഷ്മി. ഓ, പ്രിയപ്പെട്ട കൂട്ടുകാരാ, ഞാൻ ആത്മഹത്യ ചെയ്യുന്നു. എന്റെ മരണത്തിന് ആരും ഉത്തരവാദിയല്ല. ഞാൻ മരിച്ചിട്ട് നീ എങ്ങനെ ചിരിച്ചു ജീവിക്കണ്ട പട്ടി. ഇപ്പൊ ശരിയാക്കി തരാം. എന്റെ മരണത്തിന് മൂത്ത അളിയൻ മാത്രമാണ് ഉത്തരവാദി. മരണാനന്തരം പ്രേതാത്മാവ് എന്നൊരു സാധനമുണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ പ്രേതമായി വരും. എന്നിട്ട് എന്നെ മാനസികമായി ദ്രോഹിച്ച എന്റെ അളിയന്മാരെ ഞാൻ ഉപദ്രവിക്കും. ചന്ദ്രോത്ത് മൺമറഞ്ഞ വലിയ കാരണവരാണേ സത്യം. ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ പ്രേതാത്മാവായി എന്നെ പ്രതീക്ഷിച്ചുകൊള്ളൂ എന്ന് പ്രതികാരപൂർവം പരേതൻ. എടാ ഡ്രില്ലുമോഷേ, ജീവിക്കാൻ സമ്മതിക്കാത്ത പട്ടി, തീറ്റിക്കൂടാ ഞാൻ. ദൈവമേ, ഒരു പിടി ദുരിതവും അതിലൊരു കനവും ഇതോ. കാലമേ, തളരും ഇതറുദിനമെൻ മനസമനില പോ.
എൻ ജീവന് തന്നാലും നീ കൈകൊള്ളുന്നതില്ലയോ? ഒരു കാര്യത്തിൽ ആശ്വാസമുണ്ട്. ഇനി ആത്മഹത്യ ചെയ്യില്ല എന്ന് ആശുപത്രിയിൽ വെച്ച് അമ്മയ്ക്ക് അവൻ വാക്ക് കൊടുത്തു. ഓരോന്ന് കേൾക്കുമ്പോഴും പാവം എന്റെ ചേച്ചിയുടെ മനസ്സാ പെടേണത്. ഈ പെണ്ണെന്ന് പറയുന്ന വർഗം പൂച്ചയെ പോലെയാ. മനസ്സറിയാൻ പറ്റില്ല. സ്നേഹം കൊണ്ട് ആര് തലോടിയാലും പെട്ടെന്ന് ഇണങ്ങും. പിന്നെ മടിയിൽ കയറും, മുത്തം തരും, മുട്ടിയുരുമും. അങ്ങനെ ഇണക്കം കൊണ്ടൊരു ബഹളം തന്നെ ആവും. എന്തായാലും ഒരു റിക്വസ്റ്റേ ഉള്ളൂ. കോന്തുള്ളി നാരിക്ക് ഒത്തിരി അനന്തരവന്മാരുള്ളതാ. വല്ല മനസ്സുമാറ്റം ഉണ്ടാവുമ്പോ ഈ ഉള്ളവനെ മുൻകൂട്ടി ഒന്ന് അറിയിച്ചേക്കണേ. സ്വയം ഒഴിഞ്ഞു പോകാനാ. കാര്യമായിട്ടാണോ പറയണത്? ആ, കൂട്ടുകാരന്റെ അനുഭവം അതാണല്ലോ. അതുകൊണ്ടൊരു സംശയം. അടങ്ങിയോ? വഴി മാറി, എനിക്ക് പോണം. ആ, ഒരു തമാശ പോലും പറയാൻ പറ്റില്ലെന്ന് വെച്ചാ ഭയങ്കര കഷ്ടാ. തമാശ അത്? കലങ്ങിയ കണ്ണും കറുത്ത മുഖവും ഈ പെണ്ണിന് അഴകാ. കോന്തുണ്ണി നായന്റെ മോളെ ഒരു കോന്തനും ഞാൻ വിട്ടുകൊടുക്കില്ല. സത്യം. അല്ലെങ്കിലും സത്യത്തിന്റെ മുഖം വിരൂപമാണല്ലോ. നിന്റെ അച്ഛൻ കോന്തുണ്ണി നായരുടെ മുഖം പോലെ. ആ, എന്റെ പതിവ് കൊട്ട കിട്ടിയില്ലല്ലോ. മതി, ഇനി കൊഞ്ചണ്ട. വിശ്വാസം എല്ലാത്തിനും സ്നേഹിക്കാൻ ഈ ശ്യാമളെ കിട്ടില്ല. എന്തായാലും എന്നെ പേടിയില്ലെങ്കിലും എന്റെ പ്രേതത്തെ അളിയന്മാർക്ക് പേടിയുണ്ട്. എനിക്കത് മതി. നീ ഒരു വഴിക്ക് എത്തിയിട്ടേ പാർട്ടീഷൻ നടക്കൂ എന്നുള്ള തീരുമാനം അളിയന്മാരെ ഇത്ര അധികം വെറുപ്പിക്കാൻ കാരണം. ഒരു വഴിക്കെത്താൻ ശ്രമിക്കുന്നുണ്ടല്ലോ. പക്ഷെ എല്ലാം എനിക്ക് എന്നെ പാരയാവാ. ഞാൻ എന്ത് ചെയ്യാനാ? എടാ, പ്രശ്നങ്ങൾ ഇല്ലാത്തതാ നിന്റെ പ്രശ്നം. വെറും 10,000 രൂപ മുടക്കുമുതല്ല ഞാൻ ഈ സ്ഥാപനം തുടങ്ങിയത്. അതെനിക്കറിയാം. വലിയ സമ്പാദ്യമൊന്നും ഇല്ലെങ്കിലും തട്ടിയും മുട്ടിയൊക്കെ ഓരോ മാസം അങ്ങനെ കഴിയുന്നുണ്ട്. എടാ, അമ്മാവന്മാരുടെ എച്ചിൽ തിന്നാ ഞാൻ വളർന്നത്. ഇപ്പൊ ഒന്നുമില്ലെങ്കിലും സ്വന്തം കാലിൽ നിൽക്കാവുന്നായി. അത് മതി. എന്റെ അമ്മേ, വാസോട്ടൻ. ഭാഗ്യായി, നല്ല മൂഡിലായിരുന്നു വാസോട്ടൻ. ഞാൻ വിചാരിച്ച എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുന്നു. ഹലോ, അതെ, അച്ചൂട്ടി ഓട്ടോ കൺസൾട്ടന്റ്. വാസുവേട്ടൻ ഏറ്റ കാര്യല്ലേ? മൂപ്പര് അത് ചെയ്തിരിക്കും. മൂപ്പര് പറഞ്ഞതാ. ബിസിനസ് സംസാരിക്കാനെന്നും പറഞ്ഞ് സൽക്കരിച്ചല്ലാതെ താനിനി കാര്യം പറഞ്ഞില്ലല്ലോ. ഇതും കൂടി കാലിയാക്ക്, എന്നിട്ട് കാര്യം പറയാം. താൻ എന്നെ ഫിറ്റാക്കി കാര്യം നേടാൻ നോക്കണോ? അയ്യോ, ഇതൊക്കെ വാസുവേട്ടന്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയാ. എന്തിനാ എന്നെ സന്തോഷിപ്പിക്കുന്നത്? എന്താ തനിക്ക് പറയാനുള്ളത്? വാസുവേട്ടനെ പറ്റി കുറെ കേട്ടിട്ടുണ്ട്. ഒരുപാട് പ്രതീക്ഷയോടെ വന്നിരിക്കണേ. എന്നെ കൈവടിയരുത്. എന്താ തനിക്ക് വേണ്ടത്? കരുണ. കരുണേ? അതെ, കഠിന ഹൃദയനാണെങ്കിലും ഈ വലിയ ശരീരത്തിൽ നിന്നും ഇത്തിരി കാരുണ്യം ഞാൻ പ്രതീക്ഷിക്കുന്നു. തരില്ലേ? കരയണ്ട, ഇല്ലേ? കരയണ്ട, കരയണ്ട. എന്താ കാര്യം വെച്ചാൽ തുറന്നു പറയും. ഇതിന് കരുണയൊക്കെ ചോദിച്ചാൽ ഞാൻ കെണിഞ്ഞു പോകും. ഈ കൈ കൊണ്ട് തരാമെന്ന് എന്താന്ന് വെച്ചാൽ ചോദിക്കും, ഞാൻ തരാം. അത് പിന്നെ വാസുവേട്ടൻ ഒരാളെ കൊല്ലണം. അറിയാം, പണ്ട് ബോംബെയിൽ ഉണ്ടായിരുന്നപ്പോ 2 ആളെ കൊന്ന കൊലയാളിയാണ് വാസുവേട്ടൻ എന്നറിയാം. അത് പണ്ട്. ഇപ്പൊ ഞാൻ കൊലയൊക്കെ നിർത്തിയതാ. അയ്യോ, അങ്ങനെ പറയരുത് പ്ലീസ്. ഈ ഒരു കൊല കൂടി. ഇത് 5000 രൂപയുണ്ട്. തൊഴിലരഹിതനാ. ഇത്രയും സമ്പാദിക്കാൻ പറ്റുള്ളൂ. സ്വീകരിക്കണം. എന്താ പ്രശ്നം? മൊത്തം പ്രശ്നമാണ് വാസുവേട്ടാ. 3-4 തവണ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു. അതെല്ലാം സ്വയം ഭാരങ്ങളായി. ഓഹോ, അപ്പോ അവൻ മരിക്കാൻ തുനിഞ്ഞിറങ്ങിയവനാണ്. അതെ. ഞാൻ കൊന്നില്ലെങ്കിലും അവൻ മരിക്കോ? എങ്കിലും അവനെ കൊന്നേ പറ്റൂ. പറയൂ, ആരാണവൻ? ഞാൻ തന്നെ. താനോ? കൈ വെടിയരുത് വാസുവേട്ടാ. ഒരുപാട് ഞാൻ പ്രതീക്ഷിച്ചു പോയി. എഴുന്നേൽക്ക്. തന്റെ വികാരം ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ കൊല്ലാം. താങ്ക്സ്. ഇപ്പോഴാണൊന്ന് മനസ്സമാധാനായത്. അധോലോക പാരമ്പര്യമുള്ളവർ
പ്രതിഫലം പറ്റിയാൽ സ്വന്തം തന്തയുടെ ആയാലും തലയെടുക്കുമെന്ന് കേട്ടിട്ടുണ്ട്. എങ്ങനെ മരിക്കാനാ ഇഷ്ടം? ഒരാഗ്രഹമുണ്ട്. ഈ നഗരത്തിലെ ഏറ്റവും വില കൂടിയ കാറുകൊണ്ട് ഇടിച്ചു മരിക്കണമെന്ന്. അതെന്തിനാ? മരണത്തിലൊരു അന്തസ്, ഐ മീൻ റിച്ച്നെസ്. പിന്നെ മരണാനന്തരം തേർഡ് പാർട്ടി ഇൻഷുറൻസിന്റെ വകുപ്പിൽ കുടുംബത്തിന് വല്ലതും കിട്ടുമെങ്കിൽ കിട്ടിക്കോട്ടെ. ജീവിച്ചിരിക്കുമ്പോൾ ഉപദ്രവം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. മരണമെങ്കിലും ഉപകാരപ്പെട്ടോട്ടെ. സത്യമായിട്ട് നാം മരിക്കേണ്ടവനാണ്. നല്ലൊരു ഹൃദയമുണ്ട്. ഇന്ത്യക്ക് 10 ദിവസം, അതിനുള്ളിൽ തന്നെ ഞാൻ തട്ടിയിരിക്കും. കൃത്യമായിട്ടൊരു ദിവസം പറഞ്ഞ റെഡിയായിട്ട് നിൽക്കായിരുന്നു. അങ്ങനെ കൃത്യമായി പറഞ്ഞ് സമാധി ഒരുക്കാനൊന്നും പറ്റില്ല. 10 ദിവസത്തിനുള്ളിൽ കാറിന്റെ രൂപത്തിൽ വരുന്ന കാലനെ എവിടെയും പ്രതീക്ഷിക്കാം. റോഡിലാവാം, കോളേജ് ജംഗ്ഷനിലാവാം, ഒരുപക്ഷെ ബീച്ചിലാവാം, എവിടെയും ധൈര്യമായി പോയിക്കൊള്ളൂ. എന്റെ ജീവിതം ധന്യമായി വാസുട്ട. മരിച്ചാലും ഞാൻ കടപ്പെട്ടവനായിരിക്കും. പ്രതീക്ഷയോടെ ഞാൻ വിട പറയട്ടെ. അച്ഛാ, അച്ഛൻ നേരത്തെ മരിച്ചു. ഹിന്ദിയിൽ അച്ഛയാണ് ഞാൻ പറഞ്ഞത്. സോറി, ഒരു നിമിഷം ഞാൻ ബോംബെയിൽ അധോലോകത്തിലായി പോയി. ആ വയ്ക്കോ, നിൽക്കൂ. ഉറയിന്ന് വിളിക്കല്ലേ. ഭഗവാൻ ആപ്കാ ബലാ കരോ. ആയിക്കോട്ടെ. ഈ പടി ആരോടെ വെച്ചത്? എവിടേക്കാ മോനെ ഒരുങ്ങി ഇനി പഴയതുപോലെ വീട്ടിലിങ്ങനെ അടങ്ങി ഒതുങ്ങിയിരുന്നാൽ പറ്റില്ല. റോഡിലും ബീച്ചിലൊക്കെ എന്റെ സജീവമായ സാന്നിധ്യം ഉണ്ടായിരിക്കണം. അതെന്തിനാ മോനെ? ചുമ്മാതല്ല, രൂപ 5000 എണ്ണി കൊടുത്തിരിക്കുക. 5000 രൂപയോ? അതെ അമ്മേ, ഒന്ന് രക്ഷപ്പെടാൻ. കൊറേ ആയില്ലേ ഞാൻ നിങ്ങളെ കിട്ടി കഷ്ടപ്പെടുത്തണം. എന്റെ മോൻ ഇപ്പോഴെങ്കിലും നല്ല ബുദ്ധി തോന്നിയല്ലോ. എന്റെ പ്രാർത്ഥന ദേവി കേട്ടു. എന്ത് ജോലിയാ മോനെ കിട്ടാൻ പോകുന്നത്? ഒരു ജന്മത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ ജോലി. ഓട്ടമ്മേ. വേഗം വരണേ. വാസോട്ടൻ കനിഞ്ഞില്ലെങ്കിൽ. വാസുവേട്ടനോ? അതാരാ മോനെ? അത് പിന്നെ അതെ, വാസോട്ടൻ. അമ്മ പണ്ട് പാടാറില്ലേ, പൂതനയെ കൊന്നനാഥ വാസുദേവ കൈതൊഴുന്നേന്ന്. അതുപോലൊരു വാസോട്ടൻ. പോട്ടെ. എന്റെ ദേവി ഭഗവാനെ, എന്റെ കുഞ്ഞിനെ രക്ഷിക്കണേ. ഈ പിണക്കത്തിന് ഞാനൊരു ഒറ്റമൂലി പറഞ്ഞു തരട്ടെ. ഒരിത്തിരി വെള്ളരിക്കാൻ നീരും ഇത്തിരി തേനും ഒരിത്തിരി പാൽപ്പാടിയും ചേർത്ത് മുഖത്ത് പുരട്ടി അരമണിക്കൂർ കഴിഞ്ഞൊന്ന് കഴുകിയാൽ മുഖത്തെ ഈ മുൻകോപം മുഴുവനും മാറിക്കിട്ടും. ഓ, ഈ ആഴ്ചത്തെ വനിതാ മാഗസിൻ ഉള്ളതാ. അല്ല, ഞാനെന്താ മോണോയിട്ട് കളിക്കാൻ വന്നതാ? ഞാൻ പോവാ. പിന്നെ ഞാനൊരു പിറന്നാളിന് ക്ഷണിക്കാൻ വന്നതാ. ഞാനൊരു പെണ്ണിനെ സ്നേഹിക്കുന്നുണ്ടേ. അവളുടെ പിറന്നാൾ ഈ വരുന്ന 17-ാം തീയതി തിങ്കളാഴ്ച. എന്റെ വകയായി ടോം ആൻഡ് ജെറി പാർക്കിൽ ചെറിയൊരു വിരുന്നുണ്ട്. സൗകര്യം ഉണ്ടെങ്കിൽ ഒരു സന്തോഷത്തിന് ഈ കുട്ടി കൂടി അതിൽ പങ്കെടുക്കണം. ഞാൻ പോവാ. ഈ കുട്ടി എന്താ കുട്ടി? കുട്ടിയുടെ കാമുകി സുന്ദരിയാണോ? അതാണ് കുട്ടി എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം. കൊള്ളില്ല. ഇരുട്ടത്ത് കാണാൻ കൊള്ളാം, പക്ഷെ വെളിച്ചത്ത് കണ്ടാ പേടിച്ചു പോകും. ഏതാണ്ട് ഈ മുഖം പോലെ. കുഞ്ഞനന്തനല്ലേ ഇത്? അവനിപ്പോ ഭ്രാന്ത് പിടിച്ചിരിക്കുന്ന സമയ. നിന്റെ ഒപ്പം എന്നെ കണ്ട ഇനി അത് മതി. ഞാൻ പോവാ. ആശ കൊടുത്താൽ ആന കൊടുക്കരുത്. ഈ വാസോട്ടൻ എവിടെ പോയി? അതിന് പിടിച്ചോ. അച്ചോട്ടെ, ഇതാര്? നീയോ? അല്ല, ഞാൻ. വാട്ട് എ പ്ലസന്റ് സർപ്രൈസ്. എനിക്കതില്ല. നീ എന്താ ഇവിടെ? അത് റോഡിലൂടെ പോകുന്ന വാഹനങ്ങളുടെ സെൻസസ് എടുക്കാൻ ഇറങ്ങിയതാ. എന്തെങ്കിലൊക്കെ ഒരു തൊഴിൽ ജീവിക്കണ്ടേ? അല്ല, നീ എന്താ വിമൻസ് കോളേജിന്റെ മുന്നില്? ഇനി വല്ല വണ്ടി കച്ചവടത്തിനെങ്ങാനും ഇറങ്ങിയതാണ്? അല്ല, അത് പിന്നെ വണ്ടി കച്ചവടം അല്ല, ഈ പിന്നെ തെണ്ടി കച്ചവടത്തിനാണോടാ തെണ്ടി? വാസുവേട്ടനെ കാണാൻ വന്നതാ. എടാ, ഞാൻ വാസുവേട്ടനെ തേടി എടുക്കല്ലേ? നീ എന്തിനാ വാസുവേട്ടനെ തേടുന്നേ? അല്ല, അത് പിന്നെ നിന്നെ കാണാതായപ്പോ ഞാൻ വാസുവേട്ടനെ തേടാന്ന് വെച്ചു. വാസുവേട്ടനെ തേടി കഴിഞ്ഞാലല്ലേ പിന്നെ നിന്നെ തേടാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് മതി മതി മതി, ഉരുളണ്ട. എന്തോ ഒരു കള്ളം നിന്റെ മനസ്സിലുണ്ട്. എടാ, ഞാൻ ഉദ്ദേശിച്ചത് പറഞ്ഞു വന്നപ്പോ മാറി. അതിന്റെ മിസ്സായി. എന്ത്? ദേ, നമുക്ക് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഈ റോഡിൽ നിന്ന് വിശാലായിട്ട് സംസാരിക്കാം. അല്ലെങ്കിൽ നീ ഒരു കാര്യം, നീ പൊക്കോ. എന്തിനാ റോഡിൽ നിന്ന് സംസാരിക്കുന്നത്? അതെന്താന്ന് വെച്ചാ, തൊഴിൽ മന്ത്രി ദാ ആ റോഡിലൂടെ ഇപ്പൊ പോകും. കൈ നീട്ടിയാൽ ഒരു തൊഴിൽ തരാമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. കൂട്ടുകാരന് വേണോ? വേണേ വേടാ. വാസുവിന് ഇപ്പൊ അന്വേഷിക്കണ്ടാവും. നല്ല പ്രാന്തൻ.